പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, കുറേ മാസങ്ങൾക്ക് ശേഷം 10ാം ക്ലാസ്സിലെയും +2ലെയും കുട്ടികൾ ജനുവരി 1 മുതൽ സ്കൂളുകളിലേക്ക് വരികയാണ്. ഇതുവരെ ഇവരുടെ അക്കാദമിക് സജീവത നിലനിർത്തുവാൻ നമ്മൾ ഡിജിറ്റൽ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു. ആ ക്ലാസ്സുകളെ നല്ലതുപോലെ കേരളത്തിലെ പൊതുവിദ്യാലയത്തിലെ അധ്യാപകർ വിജയിപ്പിച്ചു. ക്ലാസ്സുകളെടുത്തും പിന്തുടർന്നും ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൽ കേരളത്തെ മുന്നിലെത്തിച്ചു. ഇന്ന് നമ്മൾ ആ മേഖലയിലും അന്താരാഷ്ട്ര നിലവാരത്തിലാണ്. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഈ അനുഭവവും അതുപോലെ തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യവും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ 3 മാസങ്ങളിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെ മഹാമാരിയുടെ പശ്ചാത്തലത്തിലും ഏറ്റവും ഉയർത്തി നിർത്തുവാൻ നല്ലതുപോലെ ശ്രമിക്കണം. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: 1, കൊറോണ വ്യാപനം ഉണ്ടാകരുത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്കൂൾ കുട്ടികൾ ധാരാളം വരുന്ന ഒരു അന്തരീക്ഷത്തിൽ നല്ലതുപോലെ ശ്രദ്ധിച്ച് കൊറോണ വ്യാപനത്തെ തടയണം. കുട്ടികൾ മാസ്ക് ധരിക്കുന്നതിൽ നല്ലതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം. 2 പേർ കൂടി നിൽക്കുമ്പോൾ ഒരിക്കലും മാസ്ക് ഇത്തരത്തിലല്ലാതെ ഇടരുത്. മാസ്ക് താഴ്ത്തി സംസാരിക്കരുത്. അത് ഉറപ്പാക്കണം. സാനിറ്റൈസറും സോപ്പും ഹാൻഡ് വാഷും നല്ലതുപോലെ ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ കുട്ടികൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, കുടിവെള്ളം, ഭക്ഷണം, പേന, പെൻസില് തുടങ്ങിയവ പരസ്പരം പങ്കുവയ്ക്കാതിരിക്കണം. വൈറസ് ചിലപ്പോൾ പകരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സ്കൂൾ അന്തരീക്ഷത്തിൽ കൊറോണ വ്യാപനം തടയുവാനുള്ള എല്ലാ നടപടികളും വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ചെയ്യണം. 2, കണ്ടിന്യൂസ് വാല്യുവേഷൻ എന്നത് വളരെ നന്നായി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നാണ്. കുട്ടികളുടെ ഇതുവരെ ഡിജിറ്റൽ ക്ലാസ്സുകളുടെ പെർഫോമൻസ്, ഇനി വരുന്ന ദിവസങ്ങളിലുള്ള അവരുടെ ക്ലാസ്സുകളിലെ ജനറൽ പെർഫോമൻസ്, 1-2 ക്ലാസ് ടെസ്റ്റുകൾ, വളരെ ചെറിയ അസൈൻമെൻറ്റ്, അങ്ങനെ കുട്ടിയുടെ സർഗ്ഗശേഷി എന്താണ് എന്ന് അറിയുവാനുള്ള ശ്രമത്തിലൂടെ കണ്ടിന്യൂസ് വാല്യുവേഷൻ നടത്തും. 3, അക്കാദമിക് രംഗത്ത് ശ്രദ്ധാപൂർവം ഇടപെടണം. ഡിജിറ്റൽ ക്ലാസ്സുകളിലൂടെ ഒരു പാഠം കുട്ടി കേട്ടിട്ടുണ്ട്, 1ാമത്തെ പാഠം. ആ പാഠം വീണ്ടും കേൾക്കാൻ പറയുക. 1, 2, 3 തവണ കേൾക്കുക. കേൾക്കാൻ കുട്ടിക്ക് സാഹചര്യമില്ലെങ്കിൽ SSK ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അങ്ങനെ ക്ലാസ് വീണ്ടും കേൾക്കുക. അതാണ് ഒരു ഭാഗം. എത്ര തവണയും കേൾക്കാനുള്ള സാഹചര്യം ഇപ്പം ഉണ്ട്. പണ്ട് അത് ഉണ്ടായിരുന്നില്ല. അത് ഉപയോഗിക്കുക. 2, ഫുൾ ടെക്സ്റ്റാണ് കുട്ടി ഡിജിറ്റൽ ക്ലാസ്സിലൂടെ കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ വീണ്ടും കേൾക്കാൻ പോകുന്നത്. ആ ഫുൾ ടെക്സ്റ്റിൻ്റെ കേന്ദ്രം എന്ന രീതിയിൽ ചില ഫോക്കസ് ഏരിയകൾ ഉണ്ട്. ഫുൾ ടെക്സ്റ്റ്, അതിൻ്റെ ഉള്ളിൽ ഫോക്കസ് ഏരിയ. അത് ആ ഫുൾ ടെക്സ്റ്റ് പാഠത്തിൻ്റെ കേന്ദ്ര ആശയമായിരിക്കും. ഉദാഹരണം, ഒരു തിയറമാണെങ്കിൽ അതിൻ്റെ നിർവചനം, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ, തുടർന്ന് അതിൻ്റെ എക്സർസൈസുകളോ പ്രോബ്ലംസോ ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ഈ ഫോക്കസ് ഏരിയ കൃത്യമായി കുട്ടിയെ ബോധ്യപ്പെടുത്താനാണ് റിവിഷനിലൂടെ ശ്രദ്ധിക്കുന്നത്. ഒരു റിവിഷൻ ടെക്നിക് അതാണ്. വരുന്ന ഈ 2 മാസത്തിനുള്ളിൽ എല്ലാ പാഠത്തിൻ്റെയും ഫോക്കസ് ഏരിയ തിരിച്ചറിഞ്ഞ് അത് കുട്ടിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഫുൾ ടെക്സ്റ്റ് കേൾക്കുകയും ആ ടെക്സ്റ്റ് കയ്യിലുള്ളത് അതിലൂടെ വായിക്കാൻ കഴിയുകയും റിവിഷനിലൂടെ അതിൻ്റെ ഫോക്കസ് ഏരിയ നല്ലതുപോലെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ അക്കാദമിക്കായിട്ട് നല്ല ഒരു അടിത്തറ കുട്ടിക്കുണ്ടാകും. ഉയർന്ന് പഠിക്കാനുള്ള എല്ലാ ബേസും കുട്ടിക്കുണ്ടാകും. ഈ
ഫോക്കസ് ഏരിയയിലാണ് റിവിഷനിൽ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടത്. ആ ഫോക്കസ് ഏരിയ ഏതെല്ലാം ആണ് എന്ന് SCERT ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും, സൈറ്റിലുണ്ടാകും. അതുകൊണ്ട് എല്ലാ പാഠങ്ങളും വായിക്കാനും കേൾക്കാനും അവരെ പ്രേരിപ്പിച്ച് ഫോക്കസ് ഏരിയ നല്ലതുപോലെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ നിലനിൽക്കുന്ന പെഡഗോജി തന്നെ, അതായത് ടെക്നോ പെഡഗോജി എന്നുള്ള പെഡഗോജി തന്നെ, അപ്രോച്ച് അത് തന്നെ, ആ രീതിയിൽ കുട്ടിയെ നയിക്കുവാൻ, പഠനത്തിലേക്ക് നയിക്കുവാൻ നല്ലതുപോലെ ശ്രമിക്കുന്നത്. അടുത്തത് പ്രാക്ടിക്കലുകളാണ്. പ്രാക്ടിക്കലും ഇതുപോലെ തന്നെ ഫോക്കസ് ഏരിയ ഉണ്ട്. ഉദാഹരണം, കെമിസ്ട്രിയിലാണെങ്കിൽ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ്, അങ്ങനെ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. അതിൽ 1-2 എണ്ണം എന്താണ് പ്രസിപ്പിറ്റേഷൻ, അതിൻ്റെ ടെക്നിക്ക് എന്താണ്, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്. സിൽവർ നൈട്രേറ്റ് എടുത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചാൽ സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയും. ഇതാണ് പ്രസിപ്പിറ്റേറ്റിംഗ് രീതികൾ. ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ നിറവും അതുപോലെ തന്നെ അതിൻ്റെ ഡെൻസിറ്റിയും ഒക്കെ നോക്കി ഇപ്പോൾ നേരത്തെ പറഞ്ഞാണെങ്കിൽ സിൽവർ ആണ് എന്ന് കണ്ടെത്താൻ പറ്റും. അതതിൻ്റെ ഫോക്കസ് ഏരിയയാണ്. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരിക. അതുകൊണ്ട് ആ രീതിയിൽ ടൈട്രേഷൻ, അസിഡിമെട്രി, ആൽക്കലിമെട്രി, പിപ്പറ്റ് ഉണ്ട്. ഭാവിയിൽ പിപ്പറ്റിംഗ് എന്നത് വലിയൊരു പ്രൊസീജിയറായിട്ട് വരാൻ പോവുകയാണ് കുട്ടികൾക്ക്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. പിപ്പറ്റ് ചെയ്ത് തന്നെ അത് ചെയ്യാനുള്ള ശീലം ഉണ്ടാക്കണം. പ്രാക്ടിക്കലിലും ഈ ഫോക്കസ് ഏരിയ ഉണ്ടാകും, അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ ഫോക്കസ് ഏരിയയും SCERT പ്രസിദ്ധീകരിക്കും. ഇനി പരീക്ഷ കൂടുതൽ ചോയ്സ് ഉള്ളതായിരിക്കും. ധാരാളം ചോയ്സ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. ആയിക്കോട്ടെ, പരീക്ഷ അതുകൊണ്ട് അല്പം നീട്ടിയിട്ടുണ്ട്. കൂൾ ടൈമാണ് നീട്ടിയിട്ടുള്ളത്. കൂൾ ടൈം നീട്ടി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കുട്ടിക്ക് ചോദ്യം മുഴുവൻ വായിക്കാൻ അവസരം ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ ചോദ്യങ്ങളും വായിച്ച് കിട്ടുന്ന ചോദ്യങ്ങൾ ടിക്ക് ചെയ്ത് കുട്ടിക്ക് വെക്കാനുള്ള സമയം ആദ്യം കൊടുത്ത് കുട്ടി ആത്മവിശ്വാസത്തോടെ തനിക്ക് പറ്റുന്ന ചോദ്യങ്ങളൊക്കെ കണ്ടെത്തിയ ശേഷം പരീക്ഷ ആരംഭിക്കുക. എത്ര ചോദ്യം എഴുതിയാലാണ് ഫുൾ മാർക്ക് എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവും. അത് നോക്കുക, കൂൾ ടൈമിൽ ഇത് കാണുക, ചോയ്സുകളിനെ എങ്ങനെ സെലക്ട് ചെയ്യാം, ഈ ഒരു പരിശീലനവും കൂടി അവർക്ക് കൊടുക്കുക. തീർച്ചയായിട്ടും ഈ ചോയ്സുകളിൽ നിന്ന് കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച്, അഭിരുചിക്കനുസരിച്ച്, എഴുതാൻ എളുപ്പം അനുസരിച്ച് കുട്ടിക്ക് സെലക്ട് ചെയ്യാം. ഈ മെത്തഡോളജി ഒന്ന് കുട്ടിയെ പരിശീലിക്കുക. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസും അത്തരത്തിൽ തന്നെ ആയിരിക്കും. പ്രാക്ടിക്കലിൻ്റെ പരീക്ഷ, അത് തിയറി പരീക്ഷ കഴിഞ്ഞ് ഒരാഴ്ച എങ്കിലും ഒരു ഗ്യാപ്പ് വിട്ട ശേഷമാണ് ആരംഭിക്കുന്നത്. അപ്പം അതെന്താ ഗുണം? തിയറി പരീക്ഷ കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയയിലുള്ള പ്രാക്ടിക്കൽസ് ഒന്നുകൂടി ചെയ്ത് നോക്കാൻ അവസരമുണ്ടാകും. കുട്ടിക്കൊരു വിഷമവും വരരുത്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. കുട്ടി ഈ സാധ്യതകളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതാണ് അധ്യാപകരുടെ ചുമതല. ഇതിങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അങ്ങനെ കുട്ടിയെ ആത്മവിശ്വാസത്തിലെത്തിച്ച് ഇതെല്ലാം അഡ്രസ്സ് ചെയ്യുവാനുള്ള കഴിവുള്ളവരാക്കി മാറ്റുക. ഇത്തരത്തിൽ ഈ മേഖലയിലെല്ലാം നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ കൊറോണ വ്യാപനം തടഞ്ഞു നിർത്താനും അക്കാദമിക് രംഗത്ത് നമുക്ക് ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടും മോഡൽ ഉണ്ടാക്കാനും കഴിയും. അങ്ങനെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഏത് പ്രതിസന്ധിക്കുള്ളിലും എല്ലാ മേഖലയിലും വിജയിച്ച ഒന്നാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ എല്ലാവരുടെയും നേട്ടമാണ്. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.